ശശീല ടീച്ചർ, ഇത്തരം കൂട്ടായ്മകൾ നടക്കുന്നത് നമുക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നു. പക്ഷേ അവർ നിയമം മൂലം ഇതിൽ ഇടപെടാൻ കഴിയാത്ത സാഹചര്യം കൂടിയാണ് നിലവിൽ നമ്മുടെ രാജ്യത്തുള്ളത്. പക്ഷേ ഇത്തരം കൂട്ടായ്മകളിലൂടെ അവരറിയാതെ തന്നെ അവരിലേക്ക് എത്തപ്പെടുന്നത് തീവ്രവാദത്തിൻ്റെ വിത്തുകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. താങ്കളുടെ പ്രതികരണം എന്താണ്? തീവ്രവാദത്തിന്റെ വിത്തുകൾ എത്തുന്ന ഒരു സംഭവമാണ് എന്നല്ല പറയുന്നത്. തീവ്രവാദത്തിൽ നിന്ന് വിത്തുണ്ടാവുകയാണ്. അത് മൂത്ത് അതായത് അത് പൂവിട്ട് കായയായി ആ കായ ഇന്ന് ഫലം പൊട്ടി പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. കാരണം ഏതെങ്കിലും ഒരു സംഭവത്തിലൂടെ വിത്തിടുകയല്ല ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഇവിടെ ഒരുപക്ഷെ ലോകത്തിന്റെ തീവ്രവാദത്തിന്റെ ഒരു ഹബ്ബായിട്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് കേരളം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടുന്ന രാഷ്ട്രീയ പിൻബലവും അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് നടത്തുന്നത്. അപ്പൊ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളൊക്കെ എത്ര ശ്രദ്ധയാണ് ഇത്തരം വിഷയങ്ങളിൽ എടുക്കുന്നത്. കാരണം ആ പ്രതികരിക്കുന്ന ഓരോരുത്തരെയും അത് ആരുമായിക്കൊള്ളട്ടെ അവരെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യാനുള്ള സർവ്വ സംവിധാനവും അറസ്റ്റ് ചെയ്ത് ഡീപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് അവർ നടത്തുന്നത്. കാരണം അവർക്ക് അവരുടെ രാജ്യമാണ് വലുത്. മറ്റുള്ളവർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നല്ല, സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയും നിലനിൽപ്പുമാണ് ഏറ്റവും വലുതായി അവർ കാണുന്നത്. അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നടപടികൾ എടുക്കുമ്പോഴാണ് ഇവിടെ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ ഈ കേരളത്തിൽ നടക്കുന്നത്. ഇനി അഥവാ കേസെടുത്താലും അതൊന്നും നിസ്സാരമായി എടുക്കാൻ പറ്റില്ല. എടുത്താൽ തന്നെ നിസ്സാരമായ വകുപ്പുകൾ ചേർത്താകും. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ വീക്ഷിക്കണം. 1, 2, 3, 4, 10 ഭീകരരെ അവര് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഒരു സമാജത്തിലേക്ക് ഭീകരത പടർന്നാൽ, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് നമുക്ക് ദോഷമായി ഇപ്പൊ ക്യാൻസർ അല്ലെങ്കിൽ പറഞ്ഞാൽ അത് മുറിച്ചു മാറ്റിക്കൊണ്ടെങ്കിലും നമുക്ക് പ്രശ്നം പരിഹരിക്കാം. പക്ഷെ അത് ശരീരം മുഴുവൻ വ്യാപിച്ചാൽ മരുന്നിനോ ഓപ്പറേഷനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ കേരളത്തിലെ ഒരു സമാജത്തിന്റെ ഒരു സമുദായത്തിന്റെ മുഴുവൻ ശരീരത്തിലേക്ക് ഇത് കടന്നിരിക്കുന്നുവോ എന്ന് ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. ഈ പിന്തുണ അതാണ്. അപ്പൊ ഹമാസ് അനുകൂല റാലികൾ ഇവിടെ നടത്തിയപ്പോൾ അതിൽ ആയിരങ്ങളും പതിനായിരങ്ങളും പങ്കെടുക്കുമ്പോൾ ഇവിടെ ഈ രോഗം ബാധിച്ചിരിക്കുന്നത് മൊത്തം ഒരു സമുദായത്തെയാണ്. അവരെ ആ രോഗം പടർത്തുന്നതിൽ മറ്റുള്ള വോട്ടിന് വേണ്ടി മറ്റുള്ളവർ അതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും ചെയ്യുന്നുണ്ട്. അപ്പോ തിരിച്ചു കിട്ടണമെങ്കിലോ ഏറ്റവും ആദ്യം ഇത് ശ്രദ്ധിക്കേണ്ടത് ആ സമുദായമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ നാശത്തിൽ ഇത് ചെന്ന് അവസാനിക്കുള്ളൂ. അതോടൊപ്പം തന്നെ അവർ നശിക്കുന്നതോടുകൂടി അവർ ഈ കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര സുരക്ഷയെയും സമാധാനത്തെയും അത് ദോഷമായി ബാധിക്കും. അപ്പൊ ആ നിലയ്ക്ക് ഒന്ന് രാഷ്ട്രത്തിനെ പറ്റി ചിന്തിച്ച്, രാഷ്ട്രീയത്തെ മറന്ന് രാഷ്ട്രത്തെ പറ്റി ചിന്തിക്കാനും, ഇപ്പോ നേരത്തെ KT ജലീൽ മയക്കുമരുന്നിന്റെ ഒക്കെ കാര്യം സമുദായത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ഭീതി സമുദായത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ഈ ഒരു ഭീകരത കടന്നു കയറിയാൽ ഒരു സമാജത്തെ മൊത്തം ബാധിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് അവർ ഗൗരവമായി ചിന്തിക്കണം. ഒപ്പം ഇവിടുത്തെ രാഷ്ട്രീയം മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇത് ചെന്നില്ല എങ്കിൽ നമ്മുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ ശശീല ടീച്ചർ, ഈ നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്കനുസരിച്ച് നിയമവിരുദ്ധമല്ലാത്ത ഒരു കൂട്ടായ്മയാണ് നടന്നത് എന്നാണല്ലോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ. ഇപ്പൊ അമേരിക്ക അടക്കം എടുക്കുന്ന നിർബന്ധ നിലപാടുകൾ, ആ നിലപാടുകൾ നമ്മൾ ഇവിടെയും സ്വീകരിച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. അല്ല, നിയമം ഇല്ലെങ്കിൽ നിയമം ഉണ്ടാക്കാൻ കഴിയുന്ന നാടല്ലേ നമ്മുടെ ഭരണഘടന റിജിഡ് അല്ലല്ലോ, ഫ്ലെക്സിബിൾ അല്ലേ. എവിടെയാണ് നമുക്ക് തകരാറുള്ളത് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മാറ്റണ്ടേ. ഇപ്പോ കുട്ടികളെ ചെറിയ കുട്ടികളെ പീഡനം നടത്തിയാൽ ബലാത്സംഗത്തിന് വധശിക്ഷ നമ്മുടെ ഭരണഘടനയിൽ ആദ്യം ബാബ അംബേദ്കർജിയൊക്കെ ഉണ്ടാക്കിയതിന്റെ ഭരണഘടനയുടെ കരടിലോ അല്ലെങ്കിൽ മൂലത്തിലോ അങ്ങനെ ഒരു വകുപ്പില്ലല്ലോ. നമ്മളത് കൂട്ടിച്ചേർത്തില്ലേ? അത് ആവശ്യമാണ് എന്ന് വന്നപ്പോഴല്ലേ കൂട്ടിച്ചേർത്തത്. അപ്പൊ ഇതുപോലെ കേരളത്തിൽ ഇത് ദോഷമായി ബാധിക്കുന്നുവെങ്കിൽ, ഇത് രാഷ്ട്രത്തെ മൊത്തം ബാധിക്കുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, അത്തരത്തിൽ നിയമത്തിന്റെ അഭാവമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ആ അഭാവം പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. നിയമം ഉണ്ടാക്കി തന്നെ പൂട്ടണം.